അൽസലാമ ഐ ഹോസ്പിറ്റൽ. ആത്മീയ ചികിത്സകയും ജീവകാരുണ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ഷരീഫ തങ്ങളുടെ മൂന്നാമത്തെ പുസ്തകമായ ആത്മീയ കലാപങ്ങൾ പ്രകാശനം ചെയ്തു. പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചു. 2 നിർധന കുടുംബത്തിന് വീട് വയ്ക്കുന്നതിനുള്ള ആദ്യ ഗഡു ധനസഹായവും ചടങ്ങിൽ കൈമാറി. ആത്മീയ ചികിത്സകയും ജീവകാരുണ്യ പ്രവർത്തകയും മികച്ചൊരു എഴുത്തുകാരിയുമാണ് ഷരീഫ തങ്ങൾ. ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഷരീഫ തങ്ങൾ എഴുതിയ മൂന്നാമത്തെ പുസ്തകവും പുറത്തിറങ്ങി. പുലാമന്തോൾ എമറാൾഡ് റിസോർട്ടിൽ നടന്ന ചടങ്ങിൽ പാണക്കാട് മുഈൻ അലി ശിഹാബ് തങ്ങൾ പുസ്തകം പ്രകാശനം ചെയ്തു. പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗാനരചയിതാവ് OM കരുവാരക്കുണ്ടിന് പുസ്തകം നൽകിയാണ് തങ്ങൾ പ്രകാശനം നിർവഹിച്ചത്. ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിയും വിശ്വാസം സംരക്ഷിച്ചുമാണ് എല്ലാവരും ജീവിക്കേണ്ടത്. ഷരീഫ തങ്ങളുടെ ആത്മീയ കലാപം എന്ന പുസ്തകത്തിൽ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങളാണെന്നും ചൂഷണങ്ങൾ ഇല്ലാതാക്കാൻ ഈ പുസ്തകത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുവെന്നും മുഈൻ അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. നമ്മുടെ ഈമാൻ കാത്ത് സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധീകരിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും മുന്നോട്ട് സഞ്ചരിക്കാൻ സാധിക്കുമാറാകട്ടെ. ഈ പുസ്തകത്തിലുടനീളം ഉള്ള കാര്യങ്ങൾ ഒക്കെ അനുഭവങ്ങളാണ്. ഇത് നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. ഇപ്പം ഇങ്ങനൊരു പുസ്തകമായിട്ട് വരുന്നത് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വായനാശീലമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ അപകടങ്ങളിൽ നിന്നും മറ്റുള്ളതിൽ നിന്നൊക്കെ നമുക്ക് സ്വയം രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പുസ്തക വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ച് നിർധനരായ 2 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാനാണ് ഷരീഫ തങ്ങളുടെ തീരുമാനം. ധനസഹായത്തിന്റെ ആദ്യ ഗഡു ചടങ്ങിൽ ഷബീൽ തങ്ങൾ കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മനസ്സിൽ തീരുമാനിച്ചുറച്ചതാണെന്നും ഇതിലും നല്ലൊരു സൽപ്രവൃത്തി മറ്റൊന്നില്ലെന്നും ഷരീഫ ബീവി പറഞ്ഞു. പുസ്തകത്തിലൂടെ നല്ല നല്ല സൗഹൃദങ്ങൾ, അതുപോലെ തന്നെ നമ്മളെ ഈ ആത്മീയപരമായിട്ടുള്ള ആത്മീയ ചികിത്സാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കൗൺസിലിങ്. അപ്പോൾ അതിനൊക്കെ കുറേ വ്യക്തികളെ നമ്മളെ കൂടുതൽ അടുത്തറിയുമ്പോൾ അതിലൂടെ നമുക്ക് നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും. ഇപ്പോൾ എൻ്റെ പറയാനുണ്ട് എന്നുള്ള പുസ്തകത്തിലൂടെ തന്നെ കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നുള്ള ആളുകളും നല്ല ബന്ധങ്ങളായി. അപ്പോൾ അതന്നെ മതി, നമുക്ക് കൂടുതലൊന്നും ആഗ്രഹമൊന്നുമില്ല. അപ്പം നമുക്ക് കിട്ടണമെന്ന് മാറ്റി വെക്കണം. ഇതിനേക്കാൾ നല്ലത് എൻ്റെ ഒരു എഴുത്തോടെ എൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും എല്ലാം പുറത്തിണക്കി അതുകൊണ്ടുള്ള ഒരു അടയാളപ്പെടുത്തൽ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിലൂടെ കിട്ടുന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ അത് അർഹരായവരെ കണ്ടെത്തി കൊടുക്കുക. മറ്റേതിപ്പോൾ നമുക്ക് അങ്ങനെ വീട് സ്ഥലം വെച്ച് കൊടുക്കാനാണെങ്കിൽ പല ചാരിറ്റിക്കാരെയും അറിയാം, അവരോടൊക്കെ പറയാം, എന്തും ചെയ്യാം. ഇത് പിന്നെ എങ്ങനെ ആവണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. നാളെ അവരോട് ആരും പറയരുത് ഞങ്ങൾ വെച്ച് തന്നു, ഞങ്ങളതാണെന്ന് പറയരുത്. അതുകൊണ്ട് ജീവിത സൗഖ്യങ്ങൾ തേടി ഷരീഫ തങ്ങളെ ജാതിമതഭേദമന്യേ നിരവധി പേരാണ് സമീപിക്കുന്നത്. ഇവരുടെ കൂട്ടായ്മയായ ബി വേൾഡാണ് പുസ്തക പ്രകാശന ചടങ്ങ് സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ അബു ഇരിങ്ങാട്ടിരി പുസ്തകം പരിചയപ്പെടുത്തി. ജീവിതത്തിലെ അനുഭവ കാര്യങ്ങൾ തെളിമയാർന്ന ഭാഷയിലൂടെ ഷരീഫ തങ്ങൾ തന്റെ പുസ്തകത്തിലൂടെ അവതരിപ്പിച്ചെന്ന് അബു ഇരിങ്ങാട്ടിരി പറഞ്ഞു. നമുക്ക് അപരിചിതമായ ഒരു ലോകത്തെ, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെ എഴുത്തിലൂടെ, നല്ല രീതിയിലുള്ള ഭാഷയിലൂടെ, തെളിമയാർന്ന ഭാഷയിലൂടെ, എന്നാൽ ഈ ആത്മീയ കലാപങ്ങൾ എന്നുള്ള പേര് പോലെ വലിയ കലാപങ്ങളൊന്നുമല്ല, സത്യസന്ധമായ ജീവിതത്തിൽ നിന്ന് അവരനുഭവിച്ച കാര്യങ്ങൾ എഴുതുകയാണ് ചെയ്തത്. മാപ്പിള ഗാന രചയിതാവ് OM കരുവാരക്കുണ്ടിനെ ചടങ്ങിൽ ആദരിച്ചു. ആത്മീയ ചിന്തയിലൂന്നി പിതാവിന്റെ പാതയിലൂടെ സഞ്ചരിച്ചില്ലായിരുന്നുവെങ്കിൽ ഷരീഫ തങ്ങൾ മികച്ചൊരു കഥാ എഴുത്തുകാരിയാകുമായിരുന്നെന്ന് OM കരുവാരക്കുണ്ട് അഭിപ്രായപ്പെട്ടു. അതിലെ ഭാഷ അഫ്സൽ കയ്യൂർ പോകുന്നില്ല, പഴയകാല നോവലുകളിലൊക്കെ നല്ല ലളിതമായിട്ട് നമ്മൾ വായിച്ച് തുടങ്ങിയാൽ അവസാനിപ്പിക്കാതെ അങ്ങനെ ഒഴുകി പോകാൻ പറ്റും. ഒഴുകി 2 പ്രാവശ്യം പറഞ്ഞാൽ മതി. പക്ഷേ 3-ാം പ്രാവശ്യം പറഞ്ഞത് ഒരു പാട്ട് രൂപത്തിൽ ആലോചിച്ചിട്ടാണ്. ഒഴുകി പോകുന്ന ഒരു ഭാഷയിൽ ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്, ഇവർ ഇങ്ങനെ അല്ലെങ്കിൽ ഒരു കഥാകൃത്തോ അങ്ങനെ എന്തെങ്കിലും ആയാൽ മതിയായിരുന്നു എന്ന്. എൻ്റെ കുട്ടി എന്ന് പറയുന്നത് ഇത്ര അധികം ബാപ്പയെ സ്നേഹിച്ച, അതായത് ഇത് കഴിഞ്ഞ പുസ്തകത്തിൽ 2 പുസ്തകത്തിലൂടെ ഞാൻ വായിച്ച, ഇത്ര അധികം പിതാവിനെ സ്നേഹിച്ച മക്കളുണ്ടാവില്ല തോന്നുന്നു. ആ വിളിയുണ്ടല്ലോ, അതുപോലെ വാപ്പാൻ്റെ കയ്യിൽ നിന്ന് തകിടെടുത്തിട്ട് വാപ്പ ഉപേക്ഷിച്ചതോ അതോ മറ്റെന്തോ കാര്യത്തിനോട് വെച്ചതോ ആയ തകിട് എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൽ ചികിത്സ നടത്തിയിട്ട്, ചികിത്സയാണോ ഞാൻ ചെയ്യുന്നത് എന്ന് പോലും ഓർക്കാത്ത ഒരു പ്രായത്തിൽ, ഒരു സമയത്ത് ചികിത്സ നടത്തിയിട്ട് അതിന് 1800
അത്ര ക്യാഷ് കിട്ടി. ആ ക്യാഷ് അത് ബാപ്പാനെ കാണിച്ചപ്പോൾ ബാപ്പ പറഞ്ഞത് മിടുക്കിയാണ്. അക്താബ് KM, സാഫ് മുഹമ്മദ്, PA അസീസ് പട്ടിക്കാട്, TV അബ്ദുറഹ്മാൻ, അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു. ബാല്യയൗവന ജീവിതത്തിലെ കൈപ്പേറിയ അതിതീഷ്ണമായ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നല്ല വേണ്ടപ്പെട്ടവരെ കൂടെ നിർത്തിക്കൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും സ്നേഹവും നൽകുന്ന വളരെ മനോഹരമായ, ആരെയും അത്ഭുതപ്പെടുത്തുന്ന മനസ്സിൻ്റെ പ്രതീകമായി കൊണ്ടാണ് ഷരീഫ തങ്ങൾ മൂന്നാമതൊരു പുസ്തകത്തിലും കൂടി എഴുതുവാൻ സാക്ഷിയാവുന്നത്. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.